ഈ ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നുള്ളത് എല്ലാവരും സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണല്ലേ. അതിലൊരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജെൻഡറും സെക്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വാട്ട് ഇസ് സെക്സ്? ഒരു സെക്സ് എന്താ വെച്ചാൽ ഒരാൾക്ക് ജന്മം കൊണ്ട് നമ്മൾ അസൈൻ ചെയ്യുന്നതാണ് സെക്സ്. ക്രോമോസോംസ് കാരണവും മറ്റു കാരണം ഒരു പുരുഷൻ ഒരു സ്ത്രീ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ ക്രോമോസോംസിൻ്റെ കണക്കുകളിൽ വന്ന വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഹോർമോണുകളിൽ വന്ന വ്യത്യാസങ്ങളും കാരണം ദിസ് ഓൾസോ കോൾഡ് എ ട്രാൻസ് പേഴ്സൺ, തേർഡ് ജെൻഡർ. ദാറ്റ് ഇസ് സംതിങ് വിച്ച് നിയമമാണെങ്കിലും സമൂഹമാണെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് തേർഡ് ജെൻഡേഴ്സ്. ജെൻഡർ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. സെക്സ് എന്ന് പറയുമ്പോൾ വ്യത്യാസം. സെക്സ് എന്ന് പറയുമ്പോൾ അസൈൻഡ് ബൈ ബർത്ത്. അസൈൻഡ് ബൈ ബർത്ത് ആണ് സെക്സ്. ജെൻഡർ എന്ന് പറയുമ്പോൾ എന്താ? ജെൻഡർ ഇസ് സംതിങ് വിച്ച് യു പ്രിഫർ ടു ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ആസ്. എനിക്ക് ഞാനായി എന്നെ സമൂഹം എങ്ങനെ കാണണം എന്നുള്ള എൻ്റെ തീരുമാനമാണ് ജെൻഡറിൽ വരുന്നത്. സി, ഐ വോണ്ട് ടു ബി ഐഡൻറ്റിഫൈഡ് ആസ് എ വുമൺ, ഐ എം എ വുമൺ. If a man comes and says, I want to be identified as a man, if a person comes, that is man. If ഒരു 14 വയസ്സുകാരനൊരു അഡോളസെൻ്റ് വന്നു, അഡോളസെൻ്റ് വന്നിട്ട് പറയാണ്, എന്നെ ഒരു പെൺകുട്ടിയായിട്ട് കാണണം എന്ന ആ കുട്ടി പറയുന്നിടത്തോളം അവിടെ വെച്ച് ആ കുട്ടിയുടെ ജെൻഡറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ ജെൻഡറിനെ റെസ്പെക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഏജ് കഴിഞ്ഞു, 18 വയസ്സായി. ഈ 13-14 വയസ്സുകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ജെൻഡർ ഡിസ്ഫോറിയ. ഈ ജെൻഡർ ഡിസ്ഫോറിയ എല്ലാം കഴിഞ്ഞ് അത് ഐഡൻറ്റിഫൈ ചെയ്ത്, എനിക്കൊന്നും ഇവിടെ മിസ്റ്റർ ഷാനവാസ് ഉള്ള സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. ഇവിടെ വേലായുധൻ സാർ പ്രത്യേകം പറയുകയുണ്ടായി സിവിക്സിനെ കുറിച്ചിട്ടൊരു പാഠ്യപദ്ധതി വേണമെന്ന്. ആക്ച്വലി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായ പ്രകാരം പോക്സോ ലോസിനെ കുറിച്ചിട്ടും പോക്സോ നിയമങ്ങളെ കുറിച്ചിട്ടും പാഠ്യപദ്ധതിയിൽ തന്നെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് കേരള സംസ്ഥാനത്ത് ജൂൺ 2024 അധ്യയന വർഷം മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ 5, 7, 9, 11 കുട്ടികൾക്ക് അതിൽ ഒരു പേജ് ഉണ്ടാവും. നിങ്ങൾക്ക് 1-1.5 പേജ് സോഷ്യൽ സയൻസിൽ ഉണ്ടോ കുട്ടികളെ? പോക്സോ ലോസിനെ കുറിച്ചിട്ടുണ്ടോ? ഇവിടെ 9th സ്റ്റാൻഡേർഡ്, 11th സ്റ്റാൻഡേർഡ്, 7th സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടോ? പോക്സോ ലോസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ നിങ്ങളൊരു പേജ്? ദാറ്റ് ഈസ് ബിക്കോസ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂൺ 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ആ പോക്സോ നിയമങ്ങൾ കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവന്നത്. അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 5ാം ക്ലാസ് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, 7ൽ പഠിക്കുന്ന കുട്ടികൾക്ക് 7ൽ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, 9, 11 അത് സ്പൈറലായിട്ടാണ്. ഇനിയിപ്പോൾ 2, 4, 6, 8 എന്ന് പറഞ്ഞ് കരിക്കുലം റിവൈസ് ചെയ്യും. അത് സ്പൈറലായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ചൈൽഡ് സൈക്കോളജിസ്റ്റും SCR ടീംസ്, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ഇവരുടെ കൂടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ്റെ ബേസിസിലാണ് ആ രീതിയിൽ കരിക്കുലം വരുന്നത്. ഇനി അടുത്ത ഈ 25 ജൂണിൽ മിക്കവാറും മറ്റേ ക്ലാസ്സസിന് തുടങ്ങിയിട്ടുണ്ടാവും, 2, 4, 6, 8 ക്ലാസ്സുകളുടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ജെൻഡർ ഡിസ്ഫോറിയ മനസ്സിലാക്കി ഞാൻ എന്താണ്, ഹു am I എന്ന് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത്, കാരണം നമ്മളിത് അറിഞ്ഞോ അറിയാണ്ടെയോ പലപ്പോഴും ഉപയോഗിക്കുന്ന പല വാക്കുകളുമുണ്ട്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിക്കും ജെൻഡർ ഇക്വാളിറ്റിക്കും പ്രധാനപ്പെട്ട ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, അത് ഞങ്ങളുടെ ജനറേഷനിൽ പെട്ട ഇവിടെ ഇരിക്കുന്ന മുമ്പിലിരിക്കുന്ന മുതിർന്നവർക്ക്, പ്രത്യേകിച്ച് മീഡിയേറ്റേഴ്സിനോടൊക്കെ എനിക്ക് എന്നും പറയാനുള്ളൊരു കാര്യമാണത്. നമ്മൾ ജെൻഡർ സെൻസിറ്റിവിറ്റി ഇല്ലാതെ ഒരു കേസിലോട്ടും മുന്നോട്ട് പോകരുത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ്റെ അടുത്ത്. കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, നമ്മളൊക്കെ സ്ഥിരം പറയുന്നൊരു വാക്കല്ലേ, മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. മോളെന്താ ഒരു ചാറ്റിലാണോ കല്യാണം കഴിച്ചു കൊടുക്കാൻ? സോ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മളൊക്കെ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. വി ഓൾ ഫീൽ ദാറ്റ് വിമൻ, അങ്ങനെയാണ് സൊസൈറ്റി കണ്ടിട്ടുള്ളത്. പെൺകുട്ടി മുതിർന്ന് വലുതാവുമ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുക, and she no longer becomes a part of her family. ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു, ഭാരം ഒഴിവാക്കി കല്യാണം കഴിച്ചു കൊടുത്തു.
പിന്നെ ആൺകുട്ടികളോട് ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമുണ്ട്, നീ എന്താ ഈ പെൺകുട്ടികളെ പോലെ കരയണത്? ആൺകുട്ടികൾക്ക് കരഞ്ഞൂടെ? പെൺകുട്ടികൾ കരയണത് മോശമാണോ? ആൺകുട്ടികളുടെ അവരുടെ ഇമോഷൻസ് അവരെങ്ങനെ കാണിക്കും? സോ ഇതൊക്കെ നമ്മളിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള കുറേ ഇംബെൻറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ, അത് പേട്രിയാർക്കൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ചില ചിന്താഗതികളാണ്. ആ ചിന്താഗതികളിൽ വരുന്ന ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റമാണ് ഇന്ന് നമ്മൾ പലപ്പോഴും പറയും പെൺകുട്ടികൾക്ക് ഒന്നും സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഡിവോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്ക് പേഴ്സണലി തോന്നാറില്ല. പെൺകുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പെൺകുട്ടികൾക്ക്, അതായത് നിന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് വീട്ടിലെ കാര്യം നോക്കാൻ, അവിടെ ആ പെൺകുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റി അതോടുകൂടെ നഷ്ടപ്പെടുക. വീട്ടിലെ കാര്യവും നോക്കണം, വീട്ടിലെ കാര്യം അവൾ മാത്രമല്ല അവളുടെ ഹസ്ബൻഡും നോക്കണം, അവളുടെ വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങളും നോക്കണം, അവളും നോക്കും. ഷീ ഷുഡ് ഓൾസോ ബി എ പാർട്ട് ഓഫ് ദറ്റ് ഫാമിലി. നേരെ മറിച്ചിട്ട് കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആ കുട്ടിയുടെ തലയിൽ. ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ, പഠിച്ച പെൺകുട്ടികൾ, എന്തിനാ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത്? അവർ എന്തായാലും വേറൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ളതല്ലേ. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറേ പല്ലവികളാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന ചേഞ്ചസ് ആണ് ഇന്ന് നമുക്ക് പലർക്കും കൺഫ്രണ്ടലായിട്ട് തോന്നുന്നത്. ഞങ്ങളുടെ ജനറേഷനിൽപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസുമായിട്ട് ചിലപ്പോൾ പലപ്പോഴും കൺഫ്രണ്ടേഷൻ തോന്നുന്നുണ്ടാവാം. നിങ്ങൾ വന്ന് പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് വീട്ടുകാർ സ്വാതന്ത്ര്യം തരുന്നില്ല, വീട്ടുകാർ പറയാൻ സമ്മതിക്കുന്നില്ല, വീട്ടുകാർ ആ രീതിയിലല്ല അത് കാണുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞങ്ങളുടെ ജനറേഷന് ഞങ്ങളുടെ മക്കളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് പലപ്പോഴും കൺഫ്രണ്ടേഷൻ തോന്നാം. ഇതിനു മുമ്പ് ഞാൻ 1-2 വേദികളിൽ പറഞ്ഞിട്ടുള്ളൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ മകൾ അന്നും വർക്ക് ചെയ്യായിരുന്നു. മൂത്ത മകൾ വർക്ക് ചെയ്യായിരുന്നു. ഷീ വാസ് ഇൻ ബാംഗ്ലൂർ. ആൻഡ് ഇളയ കുട്ടി നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവൻ വീട്ടിലുണ്ടായിരുന്നു. അവൻ 12th കഴിഞ്ഞ് നിൽക്കുക. അവൻ്റെ റിസൾട്ട്സ് വന്ന് വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി. ഇതിനിടയിൽ ഞാൻ എൻ്റെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുക ഒരു ശനിയാഴ്ച. എൻ്റെ ഹസ്ബൻഡും ലോയറാണ്. ഹസ്ബൻഡിൻ്റെ ചേംബറിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ സന്ധ്യയായി. മോൾ എന്നെ ഫോണിൽ വിളിച്ചു. അവൾ ഒരു ദിവസം സാധാരണ വിളിക്കുന്ന പോലെ അവൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. ഞാൻ അവളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് ഇൻ്റർകോമിൽ മറ്റേതിൽ വിളിച്ചിട്ട് ചോദിച്ചു, അപ്പു വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, നീ പോയില്ലേ എന്ന് വെച്ചു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയില്ലേ, അപ്പു ഒറ്റയ്ക്കല്ലേ എന്ന് വെച്ചു. എനിക്ക് ആ ചോദ്യത്തിൽ ഒരു അപാകതയും തോന്നിയില്ല. കാരണം ഞാനാണ് അമ്മ, ഞാനാണ് വീട്ടിൽ ആദ്യം എത്തേണ്ടത്, ഞാനാണ് വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും രാത്രിയത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. എനിക്ക് ആ ചോദ്യത്തിന് യാതൊരു അപാകതയും തോന്നിയില്ല. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും വളരെ സാധാരണ മയപ്പെട്ട് ദേഷ്യപ്പെട്ടിട്ട് പണി നിർത്തിപ്പോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പോയില്ലേ, വീട്ടിൽ പോയില്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ശരിയാ പോകണം, ഞാൻ ഇരുട്ടായത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ പണി, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവൾ ഫോൺ ഹോൾഡ് ചെയ്യുന്നുണ്ട് മോള്. പെട്ടെന്ന് അവൾ എന്നിട്ട് ഫോൺ വെച്ചു. എന്നിട്ട് അവളുടെ അച്ഛനെ വിളിച്ചു. അവളുടെ അച്ഛനെ വിളിച്ചിട്ട് അവൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഡോണ്ട് യു തിങ്ക് അപ്പു ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ആസ് വെൽ? അപ്പു അച്ഛൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ പണി നിർത്തിയിട്ട് വീട്ടിൽ പോയി അവൻ്റെ കാര്യം നോക്കി, അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ തിരിച്ചു വന്ന് അച്ഛൻ്റെ വർക്ക് ചെയ്തോളൂ? അപ്പോൾ അന്ന് എൻ്റെ ഹസ്ബൻഡിന് അത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ മക്കളോട് കാണിക്കില്ലല്ലോ, ഒന്നും പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചു, see, that is her attitude. She is expecting her husband to be a companion for all activities at home, for all activities in the family. When a boy who is not brought up with the same mindset gets married to her, there will be confrontation. അവിടെയാണ് നമ്മൾ പെൺകുട്ടികൾ സഹിക്കണില്ല, നോക്കണില്ല, ചെയ്യണില്ല എന്ന് പറയുന്നത്. പെൺകുട്ടികൾ അവനവരുടെ ഇൻഡിവിജ്വാലിറ്റി റിയലൈസ് ചെയ്ത് വരുമ്പോഴും ആൺകുട്ടികൾ അവരെ വളർത്തിയ ബാക്ക്ഗ്രൗണ്ട് വീട്ടിൽ, ഇപ്പം ഞാൻ എൻ്റെ മകനെ ആ രീതിയിലാണ് വളർത്തുമെങ്കിൽ അവൻ്റെ ഭാര്യയോട് ആ രീതിയിലേ പെരുമാറുള്ളൂ. അവൻ എക്സ്പെക്ട് ചെയ്യുക അവൻ്റെ വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്പാനിയൻഷിപ്പ് അല്ല എക്സ്പെക്ട് ചെയ്യുക, ഒരു സബ്മിസീവ്നെസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക. സോ ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ചേഞ്ച്, ഇപ്പോൾ 2 ജനറേഷനിൽപ്പെട്ട ആൾക്കാരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ ഒരു ചേഞ്ച് എൻ്റെ ജനറേഷനിലും എൻ്റെ താഴെ ജനറേഷനിലും ഇമീഡിയറ്റ് താഴെ ജനറേഷനിൽ ഇരിക്കുന്ന നിങ്ങളും ആ കുട്ടികളെ അത് മനസ്സിലാക്കിക്കൊണ്ട്, കുട്ടികളാണെങ്കിലും അതെ, don't be confrontal with your parents. Give them some time to understand your difficulties. നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടിനും അമ്മയുടെ തലയിൽ കയറുക, അച്ഛൻ്റെ തലയിൽ കയറുക അല്ല അതിനുള്ള ഉത്തരം മാർഗം. Give them some time. They will also understand how things are and will come around. പിന്നെ ultimately something which you should understand is whatever your parents tell you, അത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരുന്നു നിങ്ങളുടെ നല്ലതിനാണ്. അൾട്ടിമേറ്റ്ലി അവരുടെ ഉദ്ദേശം നല്ലതാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതിന് പല ഫാക്ടേഴ്സും ഉണ്ടാവും.
പക്ഷെ ഉദ്ദേശം നല്ലതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനോട് ആ രീതിയിൽ പ്രതികരിച്ചിട്ട് വേണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചുറ്റും, അത് ടീച്ചേഴ്സായാലും ശരി. ഇപ്പോൾ ടീച്ചേഴ്സിന് ഇപ്പോൾ ഞങ്ങൾ ഈ പോക്സോ ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ടീച്ചേഴ്സിന് ഓൾ കേരള ലെവലിൽ നമ്മൾ കെൽസയുടെ മേൽനോട്ടത്തിൽ എല്ലാ ടീച്ചേഴ്സിനും ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ ക്ലാസ്സസ് എടുത്തു. കാരണം കുട്ടികളുടെ ഭാഗത്തുനിന്ന് പോക്സോ ഇഷ്യൂസ് കുട്ടികൾക്ക് അറിയില്ല, മനസ്സിലാവില്ല. ചില സമയത്ത് ഇത് ഒരാൾ വേറൊരാളോട് പെരുമാറുന്നത് ശരിയാണോ തെറ്റാണോ എന്താണെന്ന് മനസ്സിലാവും. ചിലപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവരോട് എല്ലാ കാര്യങ്ങളും വന്ന് ടീച്ചറോട് പറയണമെന്ന് പറഞ്ഞു. കുട്ടി ഓടി വന്നിട്ട് ടീച്ചറോട് മിസ്സേ ഞാൻ ബാത്റൂമിൽ പോണ സമയത്ത് അവൻ വന്നിട്ട് എന്നെ മേലെ തട്ടിയിട്ട് പോയി, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ടീച്ചർക്ക് ഇനിയിപ്പോൾ അത് പോക്സോൻ്റെ ഇതിലേക്ക് വിടണോ വേണ്ടയോ ഒന്നും അറിയാത്ത റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു എലിമെൻറ്റിൽ, റിപ്പോർട്ടിംഗ് കമ്പൾസറി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പോക്സോ ഇതിനകത്ത് റിപ്പോർട്ടിംഗ് ഇസ് കമ്പൾസറി. അപ്പോൾ റിപ്പോർട്ടിംഗ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ പേടിച്ച് ടീച്ചേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത് ചില സമയത്ത് അങ്ങ് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്തിട്ട് ഈ സാധനം കൈവിട്ടു പോകും. പോക്സോൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥയും നമുക്കറിയാമല്ലോ. അപ്പോൾ റിപ്പോർട്ടിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതങ്ങ് കൈവിട്ടു പോവും, അത് പിന്നെ വേറെ പല രീതിയിലും പോവും. അതുപോലെ തന്നെ ഈ നിയമം ഏറ്റവും കൂടുതൽ വല്ലാതെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു നിയമവും കൂടിയാണ്. അത് കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സ്റ്റുഡൻസ് ഓഫ് വിച്ച് ഏജ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല, ഏത് ഏജിൽപ്പെട്ട കുട്ടികളാണെന്ന്. ഏത് ഏജിൽപ്പെട്ട കുട്ടികളാണെങ്കിലും വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുക. ഇതിൽ 3 കാറ്റഗറിയിലാണ് പോക്സോ കേസുകൾ വരാറുള്ളത്. ഒന്ന്, കുട്ടികളുടെ ഭാഗത്തുനിന്ന് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ വീട്ടിലെ മുതിർന്നവരോ പരിചയത്തിലുള്ള മുതിർന്നവരോ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സോ മിസ്ബിഹേവ് ചെയ്യുന്നതും സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നതുമാണ് ഒരു കാറ്റഗറി. കുട്ടികളുടെ ഭാഗത്ത് യാതൊരു കോൺട്രിബ്യൂഷനും അതിനകത്ത് ഉണ്ടാവില്ല. അത് ആ കുട്ടികളെ എന്നേക്കുമായിട്ട് തകർത്തു വിടുകയാണ്, ആ മാനസികമായിട്ട് തകർത്തു വിടുക. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന ലൈംഗിക ചൂഷണമാണെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് ദാറ്റ് ഈസ് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കണം, സുരക്ഷ കൊടുക്കേണ്ടവരുടെ ഭാഗത്തു നിന്നാണ് ഈ പ്രശ്നം വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരങ്ങ് തകർന്നു പോകും. പിന്നെ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ വീട്ടിലെ തർക്കങ്ങൾ. വീട്ടിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള തർക്കങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബാക്കി ബന്ധുക്കളും തമ്മിലുള്ള തർക്കങ്ങളായിരിക്കും. ഏറ്റവും എളുപ്പമുള്ള ഉപാധിയാണ് കുട്ടിയെ കൊണ്ട് എതിർ കക്ഷിക്കെതിരെ ഒരു പോക്സോ കേസ് കൊടുപ്പിക്കുക. അത് ചിലപ്പോൾ അച്ഛൻ അമ്മയുടെ വീട്ടുകാരുടെ അഗെയിൻസ്റ്റ് ആയിരിക്കും, അമ്മയുടെ അച്ഛൻ്റെ അഗെയിൻസ്റ്റോ അമ്മയുടെ ബ്രദറിൻ്റെ അഗെയിൻസ്റ്റോ. ഏറ്റവും എളുപ്പം അമ്മയ്ക്ക് അച്ഛൻ്റെ പേരിൽ കൊടുക്കാനാണ്. സ്ഥിരം കൊടുക്കുന്ന ഒരു കേസാണ് അത്, ഒരു പോക്സോ കേസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ഡിഫിക്കൽട്ടി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആസ് ലോയേഴ്സ്, ഇപ്പോൾ ഇവിടെയുള്ളവർ മിക്കവരും ലോയേഴ്സാണ്, സ്റ്റുഡൻസും ഉണ്ട്. സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നോ നിങ്ങളെ സംരക്ഷിക്കേണ്ടവർ എന്നുള്ള ചുമതലയിൽപ്പെട്ടവർ, ഗാർഡിയൻസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഭാഗത്തു നിന്നോ തെറ്റായ കാര്യം നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിസമ്മതിക്കണം. യു ഷുഡ് സേ നോ. ആൻഡ് ദെൻ നിങ്ങൾക്ക് അവിടെയുള്ള മുതിർന്ന ടീച്ചേഴ്സിനോടോ, ഇപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ ഞങ്ങൾ എക്വിപ്പ് ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. CBSEയും ICSE ഒഴികെ ബാക്കി കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ടീച്ചേഴ്സിന് ഒരുവിധമൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം കെൽസയുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ലോയേഴ്സ് പോയിട്ടുണ്ട്. ഇവിടുത്തെ നമ്മളുടെ ഈ പാനൽ ലോയേഴ്സിൽ കുറേ പേര് പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് ടീച്ചേഴ്സിനെ. കുട്ടികൾ മനസ്സിലാക്കേണ്ട, അത്തരത്തിലുള്ള ഏതെങ്കിലും സമ്മർദ്ദം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മയുടെ ഭാഗത്തുനിന്ന് അച്ഛൻ്റെ എതിരെ കൊടുക്കാൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ, അച്ഛനോ വീട്ടുകാരോ ആരും നിങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ സമ്മർദ്ദം വരിക, ലൈംഗിക ചൂഷണം സംഭവിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് വല്ലാതെ സമ്മർദ്ദം വരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ടീച്ചേഴ്സിനെ അറിയിക്കണം. അത് നമ്മളുടെ കൂട്ടത്തിലാണെങ്കിലും ശരി, അത് ദാറ്റ് ഇസ് സംതിങ് വിച്ച് വി ഷുഡ് ഓൾസോ ടേക്ക് കെയർ ഓഫ്. ബിക്കോസ് ഇതിനകത്ത് വേറെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആക്ച്വലി ലൈംഗിക ചൂഷണം സംഭവിച്ച കുട്ടികളെക്കാളും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് സംഭവിക്കാത്ത കാര്യം വിഷ്വലൈസ് ചെയ്ത് സംഭവിച്ചു എന്ന് പറയേണ്ടി വരുന്ന ഒരു കുട്ടിക്കാണ്. കാരണം ഇതിങ്ങനെ ദൃശ്യം സിനിമയിൽ പറഞ്ഞ പോലെ പറഞ്ഞ് അവസാനം കുട്ടി വിശ്വസിക്കാൻ തുടങ്ങുകയാണ് ഞാൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന്. അപ്പോൾ ഒന്നെങ്കിൽ കുട്ടി നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുന്ന രീതിയിലാണ് ഇത് 2 രീതിയിലാണ് ഞാൻ പറയുന്നത്. കുട്ടികളുടെ ഭാഗത്തു നിന്ന് തെറ്റായ രീതിയിലുള്ള എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനെ അറിയിക്കുക. നമ്മളുടെ കൂട്ടത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്,
കുട്ടികളെ ഇവിടെ മീഡിയേറ്റേഴ്സിനെ ഞാൻ കോട്ടിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ജസ്റ്റിസ് നാഗരത്നെയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബാംഗ്ലൂർ ഉണ്ടായിരുന്നൊരു കോൺഫറൻസിൽ. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യമാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ. ബിക്കോസ് ജെൻഡർ സെൻസിറ്റൈസേഷൻ ഇല്ലാതെ നമ്മൾ ഇന്നൊരു ഭാര്യയും ഭർത്താവും നിങ്ങളുടെ മുമ്പിൽ ഒരു കേസ് തീർക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക്, ഞാൻ കേട്ടിട്ടുണ്ട് ചിലവർ പറയുന്നത്, ഭർത്താവ് തല്ലി ഭാര്യേനെ, അത് ഒരു തല്ലൊക്കെ കൊണ്ടാലൊന്നും സാരമില്ല എന്ന് പറഞ്ഞു പോയാൽ ആ മീഡിയേഷൻ അതോടുകൂടെ തീർന്നു. ഇവിടെ നിങ്ങൾ എത്ര പേര് തപ്പട് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്? കോവിഡ് കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നൊരു സിനിമയാണത്. അത് ഹിന്ദി മൂവി. ആ ഹിന്ദി മൂവി അതിനകത്ത് വളരെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി, ഹസ്ബൻഡും വൈഫും, എഡ്യൂക്കേറ്റഡ് ഫാമിലി, വൈഫിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന അവളുടെ പേരൻസ്, എസ്പെഷ്യലി ഹർ ഫാദർ. ഹസ്ബൻഡ് ഈസ് വെരി വെൽ പ്ലേസ്ഡ്. അവിടെ ഹസ്ബൻഡിന് ഒരു മേജർ പ്രൊമോഷൻ കിട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിന്നറിൽ വെച്ചിട്ട് ഈ പെൺകുട്ടി എന്തോ ഒരു അറേഞ്ച്മെൻറ്റ് ശരിയായില്ല, അദ്ദേഹത്തിൻ്റെ ബോസോ എന്തോ വന്നപ്പോൾ എന്തോ ഒരു അറേഞ്ച്മെൻറ്റ് ശരിയായില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയോട് പോയി ചോദിക്കും. അപ്പോൾ ആ പെൺകുട്ടി പറയും, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തല്ലോ, അതെന്ത് പറ്റി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു മറു ഉത്തരത്തിന് ഹി ഗിവ്സ് എ വൺ സ്ലാപ്പ് ഓൺ ഹർ ഫേസ്. പക്ഷെ ആൾക്കാരുണ്ടായിരുന്നു, ഹി ഗിവ്സ് ജസ്റ്റ് വൺ സ്ലാപ്പ് ഓൺ ഹർ ഫേസ്. പെട്ടെന്ന് അയാൾ റിയലൈസ് ചെയ്തു അയാൾ ചെയ്തത് തെറ്റാന്ന്. ആ വീട്ടുകാരും എല്ലാവരും വന്നിട്ട് അയാളുടെ അടുത്ത് ശരിയായില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. ഹി വാസ് ടേക്കൺ എ ബാക്ക്. ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര സൈലൻസ് വന്നു അവിടെ. ഇവളൊന്നും മിണ്ടിയില്ല, ഇവൾ അവിടെ നിന്ന് മാറി. ഇവൾ കരയാനോ ബഹളം വെക്കാനോ ഒന്നും പോയില്ല, ഇവൾ അവിടെ നിന്ന് മാറി. പിന്നെയാണ് ആ സ്റ്റോറി വരുന്നത്. ആ സ്റ്റോറി എന്ന് പറയുന്നത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷീ റെഫ്യൂസസ് ടു ഗോ ആൻഡ് ലിവ് വിത്ത് ഹിം. അവൾ ആ വ്യക്തിയുടെ കൂടെ പോയി ജീവിക്കാൻ വിസമ്മതിക്കുകയാണ്. ഈ സിനിമ കാണുന്ന സമയത്ത്, ഞാൻ 5 കൊല്ലം മുമ്പ് കോവിഡ് കാലത്തുണ്ടായിരുന്ന എൻ്റെ തൊട്ട മുമ്പ് പറഞ്ഞ സിനിമ 2019-2020. ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയുടെ അവസാനം വരെ പിന്നെ ഉള്ളത് മുഴുവനും ഈ ഫാമിലി എങ്ങനെയെങ്കിലും ഇവളെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവൻ വന്ന് സോറി പറയുന്നുണ്ട്, പക്ഷെ പബ്ലിക്കായിട്ടല്ല, അവളോട് ഒറ്റയ്ക്ക് വന്ന് സോറി പറയുന്നുണ്ട്. അവൾ അപ്പോഴും പറഞ്ഞത്, നിങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ എൻ്റെ മുഖത്ത് അടിച്ച ഒരൊറ്റ അടി എന്നെയല്ല, എൻ്റെ വുമൺഹുഡിനെയാണ് എന്നെ എഫക്റ്റ് ചെയ്തത്. അത് വാസ് ഓൺലി വൺ സ്ലാപ്പ്. അത് എന്നെയല്ല, എൻ്റെ വുമൺഹുഡിനെയാണ് എഫക്റ്റ് ചെയ്തത്. ഇനി ഞാനത് സക്കം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു കഴിവുകേടായിട്ട്, എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ കാണും. അതുകൊണ്ട് ലെറ്റ് us separate as good friends. ഞാൻ നിങ്ങൾക്ക് യോജിച്ചൊരു ഭാര്യയല്ല, വഴക്കോ ബഹളോ ഒന്നുമില്ല. ഷീ ഡസൻറ്റ് ഫൈറ്റ് വിത്ത് ഹിം, ഷീ ഡസൻറ്റ് ടോക്ക് ബാക്ക് ടു ഹിം. വളരെ മാന്യമായിട്ട് അവർ പിരിയുന്നു. ആ പിരിയുന്നത് വരെ നമുക്കൊരു പിരിമുറുക്കം തോന്നും ആ സിനിമ കാണുമ്പോൾ. ഇത്രയ്ക്കൊക്കെ അവൾ വാശി കാണിക്കണോ? അവൻ വന്ന് സോറി പറഞ്ഞില്ല, ഇത്രയല്ലേ ഉള്ളൂ, ഇതങ്ങ് തീരേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ, ഒരടിയല്ലേ അടിച്ചുള്ളൂ. അത് അവൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അതിനകത്ത് ഒരു ഏറ്റവും വളരെ നമ്മൾ പറയില്ലേ, കുട്ടികൾക്ക് വേണ്ടി സഹിച്ചു. നമ്മളെല്ലാവരും കേൾക്കുന്നൊരു വർത്തമാനമാണത്, കുട്ടികൾക്ക് വേണ്ടി സഹിക്കുക. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോഷൻ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കാരണം കുട്ടികൾ പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന്, ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ ഉള്ള മാറ്റേഴ്സിൽ ഇടപെടുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, our mother is setting a wrong example for us by giving up her individuality. കുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കുട്ടികൾക്ക് വേണ്ടി സഹിക്കുക എന്നുള്ളൊരു ധാരണ വേണ്ട. ആൻഡ് ഡോണ്ട് ഗ്ലോറിഫൈ സഫറിങ്. നമ്മൾ പണ്ട് ദേവിയാണ്, അതാണ് സഹനശക്തി, ഭയങ്കര ബുദ്ധിമുട്ട്, ഇത് എല്ലാം അവനവൻ്റെ വ്യക്തിത്വം കളഞ്ഞിട്ടുള്ള ജീവിതത്തിനെ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് കാണുന്ന പ്രവണത. ആ പ്രവണത നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കൺഫ്രണ്ടേഷൻ ഇല്ലാണ്ട് ഇന്നത്തെ ജനറേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നോട്ട് ദാറ്റ് ഐ എം സേയിങ് ഇന്നത്തെ ജനറേഷൻ കംപ്ലീറ്റ്ലി കറക്റ്റ് എന്നല്ല. ദേ നീഡ് എ ലോട്ട് ഓഫ് കറക്ഷൻസ്, ദേ നീഡ് എ ലോട്ട് ഓഫ് ഗൈഡൻസ്. പക്ഷെ നമ്മുടെ ഔട്ട്ലുക്കിൽ ഇത്രയും ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ, എന്നെ അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊരു 5 കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിക്കില്ല. ഈ 5 കൊല്ലത്തിൽ എനിക്ക് വന്ന വ്യത്യാസം ജീവിതത്തിലെ പല മുഖങ്ങളിൽ കൂടെ പോയതുകൊണ്ടും. എൻ്റെ വീട്ടിൽ 2 കുട്ടികളുണ്ട്. എൻ്റെ മകൾക്ക് 28 വയസ്സാവാനായി, എൻ്റെ മകന് 22 വയസ്സാവാനായി. ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസിൽ തന്നെ ജനറേഷനിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ മോള് കണ്ട പോലെയും കൂടെ അല്ല മോൻ കാണുന്നത്.
അത്രയും ഫാസ്റ്റായിട്ട് ജനറേഷനിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് നമ്മളുടെ കുട്ടികളെ കൈവിട്ടു പോരുത്. ഞാൻ എന്നെ തന്നെ മാറ്റാൻ തീരുമാനിച്ചത് അവരെ എനിക്ക് കൈവിട്ടു പോകുമെന്ന് തോന്നി. കാരണം എന്നും വഴക്കാ വീട്ടിൽ. ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങനെയല്ല വളർന്നത്. ഞാൻ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പോൾ എനിക്കിത് ഈ കുട്ടികൾ ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. അങ്ങനെ വന്ന് ഈ കൺഫ്രണ്ടേഷൻ കൂടി അറ്റ് സം പോയിന്റ് ഐ തോട്ട് ഐ കനോട്ട് അഫോർഡ് ടു ലൂസ് ദം. സോ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഞാൻ റിവേഴ്സ് എടുത്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? കുറേ കാര്യങ്ങളുണ്ട്, കാര്യങ്ങളില്ല എന്നല്ല. നമ്മൾ അത് മനസ്സിലാക്കി അതിന് ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബാംഗ്ലൂർ ഞങ്ങൾ പോയിട്ടുള്ള ആ ഒരു കോൺഫറൻസിൽ ജസ്റ്റിസ് ഉജ്വൽ ഭുയാനും ഉണ്ടായിരുന്നു, ജസ്റ്റിസ് നാഗരത്നയുടെ കൂടെ. സാറ് പറഞ്ഞൊരു കാര്യം ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അത് ഭയങ്കര ടച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇപ്പം എൻ്റെ മോള് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ച അതേപോലെ തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് ഇൻ എ ഹയർ മാഗ്നിറ്റ്യൂഡ്. ഹി വാസ് സെയിങ് ഒരു മെഡ്രാസിലോ ചെന്നൈയിലോ ആ ഭാഗത്തോ എവിടെയോ ഒരു ഡോക്ടർ ഫാമിലി, ഹസ്ബൻഡ് വൈഫ് ഡോക്ടറല്ല, ഹസ്ബൻഡ് അച്ഛൻ മകൻ്റെ ഭാര്യ, ഇവർ 3 പേരും ഡോക്ടേഴ്സാണ്. അച്ഛൻ മകൻ്റെ ഭാര്യ, അമ്മ ഡോക്ടറല്ല. ഈ 3 പേരും ഒരേ ഫീൽഡിൽ, ഒരേ സ്പെഷ്യലൈസേഷൻ. അതിൽ ആ മരുമകളാണ് ദ ബെസ്റ്റ്. ആ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കിയായി ചെയ്യുന്നത് ആ മരുമകളാണ്. പക്ഷേ ഒരു സർജറി വന്നു. സർജറിയുടെ സമയത്ത് എല്ലാവരും കൂടി നിന്നിട്ട് ആ സർജറി, ഈ അച്ഛൻ മകൻ്റെ വൈഫ് 3 പേരും കൂടി, ഇറ്റ് വാസ് എ പ്രൊലോങ്ഡ് സർജറി, വളരെ സീരിയസ് സർജറി ആയിരുന്നു. ആ സർജറി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു രാവിലെ തുടങ്ങിയ സർജറിയാണ്, വൈകുന്നേരം ഒരു 4-4:30 ആവുന്ന സമയത്ത് ഈ ഫാദർ ഇൻ ലോയും ഹസ്ബൻഡും ഈ ഡോട്ടർ ഇൻ ലോനോട് പറഞ്ഞു, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാനായി, നീ വേണമെങ്കിൽ പോയിക്കോ, ഞങ്ങൾ ബാക്കി സർജറി ചെയ്തോളാം. ഇത് ജസ്റ്റിസ് ഉജ്വൽ ഭയാൻ ഒരു സെഷനിൽ പറഞ്ഞ ഒരു ഇൻസിഡൻ്റ് ആണിത്. എന്നിട്ട് ദ ഡോട്ടർ ഇൻ ലോ ഇസ് ഫോഴ്സ്ഡ് ടു ലീവ് the operation theatre because she had to take care of the children back home. അതിൽ രസം എന്താണെന്നറിയോ? അതിനകത്ത് അദ്ദേഹം പറയുന്നത് ആ പെൺകുട്ടിയെ അന്വേഷിച്ചിട്ടാണ് ഈ പേഷ്യൻ്റ് ആദ്യം വരുന്നത് തന്നെ ആ ഹോസ്പിറ്റലിലേക്ക്, ഈ ഡോട്ടർ ഇൻ ലോ. ബിക്കോസ് ഡോട്ടർ ഇൻ ലോ ഇസ് വെരി വെൽ നോൺ. അവിടെയും അവളുടെ ആ പ്രൊഫഷനാണ് അവൾക്ക് കട്ട് ഷോർട്ട് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്താ വാട്ട് എവർ ഇറ്റ് ഇസ്. ഓഫ് കോഴ്സ് ഷീ വുഡ് ഹാവ് ഡൺ ഇറ്റ് വിത്ത് എ ലോട്ട് ഓഫ് പ്ലഷർ. അവളുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ ഒന്നും പറഞ്ഞില്ല, അവൾ ഒരു പ്രശ്നമില്ലാണ്ട് അവളെ പോയി കുട്ടികളുടെ കാര്യം നോക്കി. പക്ഷെ ഇത് ആ സൊസൈറ്റൽ നോമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ആ മകൻ പോയില്ല, ഈ മരുമകളാണ് എക്സ്പേർട്ട് എന്നുണ്ടെങ്കിൽ പോലും, നോർമലി ഇഫ് യു തിങ്ക് ഫ്രം എ ഡോക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ആണെങ്കിൽ എന്ത് പറയണം? ഏറ്റവും ബെസ്റ്റ് സർവീസസ് ആ പേഷ്യൻറ്റിന് കിട്ടണം. അപ്പം മകൻ പോട്ടെ മക്കളെ കൂട്ടാൻ വേണ്ടി, മരുമകൾ അവിടെ നിന്നിട്ട് അവളാണ് ഷീ സപ്പോസ് ടു ബി ദ ബെസ്റ്റ് ഇൻ ദാറ്റ് ഏരിയ, ഇൻ ദാറ്റ് ആ കുട്ടി ചെയ്യട്ടെ എന്നല്ലേ വിചാരിക്കുക? അല്ല, മരുമകൾ പോട്ടെ, അവളിപ്പോൾ ഇത് നിർത്തിയിട്ട് പോട്ടെ, അവൾ കുട്ടികളുടെ കാര്യം നോക്കട്ടെ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. അൾട്ടിമേറ്റ്ലി ഈ സൊസൈറ്റിയിൽ നമ്മളുടെ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഒരു ചേഞ്ചാണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റിയിൽ നമുക്ക് തോന്നേണ്ടത്. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടെയോ ഉപയോഗിച്ചു പോകുന്ന വാക്കുകൾ. ഇപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കും, ഐ തിങ്ക് ട്രിവാൻഡ്രമുള്ള ആൾക്കാർ എന്തായാലും കണ്ടിട്ടുണ്ടാവും, ദ ആക്ഷൻ ഹീറോ ബിജു. നമ്മളെല്ലാവരും കുറേ ചിരിച്ച് വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സെക്സിസ്റ്റ് റിമാർക്സ് ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് അത് നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് നന്നായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ മനസ്സിലാവുക. അതിനകത്ത് ഒരു ഹ്യൂമൻ ആക്ടിവിസ്റ്റ് കംസ് ടു ദ ഹീറോ ആൻഡ് സേസ് ദാറ്റ് ലൈക്ക് ഷീ കംസ് വിത്ത് ഹർ ഹസ്ബൻഡ് ആൻഡ് ഷീ സേസ്, നിങ്ങളിവിടെ ഇവിടെ കൊണ്ടുവരുന്ന ക്രിമിനൽസിനോടൊക്കെ വല്ലാതെ മോശമായി പെരുമാറുന്നു, 3rd degree മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു, നിങ്ങൾ വല്ലാണ്ട് മോശമായിട്ട് പെരുമാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അതായത് ഈ കൂടെ ഇരിക്കുന്ന ആള് നിങ്ങളുടെ ഭർത്താവാണെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ, മൂക്കിൻ്റെ താഴെ മീശയുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ കമൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സേസ്, നിങ്ങളോടൊരാൾ മോശമായി പെരുമാറുകയാണെങ്കിൽ, അത് വളരെ കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ സിനിമയിൽ, നിങ്ങളുടെ ഭാര്യയോട് ആരെങ്കിലും നിങ്ങളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് ചോദിക്കാൻ വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കട്ടെ.
ചോദിക്കാൻ വരില്ലെങ്കിൽ അവൻ ഒരു പുരുഷനല്ല എന്നുള്ള രീതിയിൽ ധ്വനിയിൽ സംസാരിക്കും. See, something what we should realize is, if I have to take care of myself, I am not somebody's property. ഞാൻ ആരുടെ ഒരു പ്രോപ്പർട്ടി അല്ല. എനിക്ക് തന്നെ നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അത് ഞാൻ ഭർത്താവിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ആ സംസാരം വന്നിട്ടുള്ളത്. എന്നെ ആരെങ്കിലും ചെയ്താൽ എൻ്റെ ഭർത്താവാണ് ചോദിക്കേണ്ടത്, എനിക്ക് ചോദിച്ചൂടെ? ഞാനെന്തിനാ എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടൊന്ന് ചോദിപ്പിക്കേണ്ടത്? എനിക്ക് ചോദിക്കാൻ പറ്റണ്ടേ? എനിക്കും കൂടെ ചോദിക്കാൻ പറ്റുന്ന സമൂഹമാണ് ആവശ്യം. That is the change that is expected in the generation. For example, recently I had a talk with Justice Anand Venkatesh. He's a sitting judge of the Madras High Court. സാറിനെ ഞങ്ങളൊരു ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ച സമയത്ത് സാറ് ഞാനൊരു 10 മിനിറ്റ് തർക്കിച്ചു ഒരു വിഷയത്തിൻ്റെ മുകളിൽ. ദാറ്റ്സ് അഗെയിൻ സംതിങ് വിച്ച് ഓൾ ഓഫ് us can even think of deliberating. അത് കുട്ടികൾ കേട്ടോളൂ, പക്ഷെ മുതിർന്നവർക്കായിരിക്കും കുറച്ചും കൂടി അറിയേണ്ടാവുക. സാറ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ റീസെൻറ്റ് ജഡ്ജ്മെൻറ്റ് വന്നു, ബൈ വിച്ച് 3 years കമ്പൾസറി ആക്കി ജുഡീഷ്യൽ സർവീസിന് വേണ്ടി, ഓഫ് ലീഗൽ പ്രാക്ടീസ് കമ്പൾസറി ആക്കി. സാറിൻ്റെ കാഴ്ചപ്പാടിൽ ആ 3 years കമ്പൾസറി ആക്കിയത് കൊണ്ട് പെൺകുട്ടികൾ ജുഡീഷ്യൽ സർവീസിൽ വരുന്നത് കുറയും. സാർ പറയുന്നത് ആ 3 years ആക്ച്വലി ഇവർ പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ പ്രൊഫഷനിൽ കാല് വെക്കാനുള്ള ഒരു പീരീഡ് കൊടുക്കാണ്ട് ഇവർ പെട്ടെന്ന് പഠിച്ച് പാസ്സായിട്ട് ജുഡീഷ്യൽ സർവീസിൽ കയറുന്നത് കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ 60 to 70% ജുഡീഷ്യൽ ഓഫീസേഴ്സ് വിമൻ ആണ്. ഈ 3 years വരുന്നത് കൊണ്ട് ഈ 3 yearsൻ്റെ ഇടയിൽ ഈ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടും വീട്ടുകാർ. അതുകൊണ്ട് ഇനി നോക്കിക്കോളൂ, ഇനി അങ്ങോട്ടേക്ക് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഫലമായിട്ട് സ്ത്രീകളുടെ ജുഡീഷ്യൽ സർവീസ് കുറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 yearsലും ആ 3 yearsോ 4 yearsോ എത്ര വർഷങ്ങളാണെങ്കിലും ആ പെൺകുട്ടിക്ക് 2 കാലിൽ നിന്നൊരു ഉദ്യോഗം കിട്ടുന്നത് വരെ ആ കുട്ടിക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടീനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുക, അങ്ങനെ വെച്ചാൽ ആ ഒരു എലിമെൻറ്റ് ഓഫ് ഗിവിങ് ഹർ അവേ ഇൻ മാരേജ്, ആ ഒരു തോട്ട് പ്രോസസ്സ് ഇല്ലാത്തൊരു ജനറേഷനെയാണ് നമുക്ക് ആവശ്യം. അതായത് 3 കൊല്ലം കുറച്ചു. ഇപ്പം ജഡ്ജ്മെൻറ്റ് കാരണം 3 കൊല്ലം പ്രാക്ടീസ് വേണമെന്ന് പറഞ്ഞു. ഈ 3 കൊല്ലം കുറച്ചു. ഈ 25 വയസ്സ് തന്നെ പഠിച്ച ഉടനെ തന്നെ കല്യാണം കഴിപ്പിക്കുന്നവരില്ലേ, അതിനൊരു റൈഡറും കൂടെ ഉണ്ടാവും. ജോലി എടുക്കാൻ സമ്മതിക്കും. ആരുടെ സമ്മതം വേണം ജോലി എടുക്കാൻ? എനിക്ക് ജോലി എടുക്കാൻ എനിക്ക് വല്ലവരുടെയും സമ്മതം വേണം? ജോലി എടുക്കാൻ ആ വീട്ടുകാർ സമ്മതിക്കും. ഇതൊക്കെ നമ്മൾ കേട്ട് ഇംബെൻറ്റഡ് ആയിട്ട് ഇതൊക്കെ നമ്മുടെ അകത്ത് ഇൻഗ്രെയിൻഡ് ആയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ബിഹേവിയറിലും നമ്മളുടെ ആറ്റിറ്റ്യൂഡിലും റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഇന്നത്തെ ജനറേഷൻ. കാരണം ഇന്നത്തെ ജനറേഷൻ കുറേയും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുക. അവർക്ക് അവരുടെ ഒരു ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ്, ആ എക്സിസ്റ്റൻസിനെ തകർക്കുന്ന രീതിയിൽ നമ്മൾ ഈ തപ്പട് സിനിമയിൽ അവസാനം ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് ദാറ്റ്. ആ മൂവിയിൽ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ടുവേർഡ്സ് ദ എൻഡ് ദ ഗേൾ റിയലൈസസ് ദാറ്റ് ഷി വാസ് പ്രഗ്നൻറ്റ്. ആൻഡ് ആ മാരേജ് മ്യൂച്വൽ കൺസെൻറ്റിൽ പിരിയുന്ന സമയത്ത് ദർ വാസ് ഈവൺ ആൻ അണ്ടർസ്റ്റാൻഡിങ് ആസ് ടു ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദറ്റ് ചൈൽഡ്. അതും കൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ സിനിമ എൻഡ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ലെസൺ. നോട്ട് ദാറ്റ് ഫാമിലീസ് പറ്റില്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി പോരണം എന്നല്ല. ഇഫ് യു ആർ ഗെറ്റിംഗ് മാരിഡ്, റെസ്പെക്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്, ബട്ട് don't let only the girl adjust things. There is no question of adjustment only by girls. It should be a mutual companionship and understanding. That is the message that is being sent. So ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിലാണ് ആ ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നത്. ആ ജെൻഡർ സെൻസിറ്റൈസേഷനോട് കൂടെ വേണം നമ്മൾ ലോയേഴ്സ് ആണെങ്കിലും ബാക്കി ക്ലയൻസിനോട് പെരുമാറുമ്പോഴും, അതേപോലെ തന്നെ ലോയേഴ്സ് മീഡിയേറ്റേഴ്സ് ആണെങ്കിലും ലീഗൽ പാനൽ ലോയേഴ്സ് ആണെങ്കിലും പോലീസുകാരാണെങ്കിലും ഒക്കെ പെരുമാറേണ്ടത്. കുട്ടികളോട് ഞാൻ എത്രയോ ഈ JJBs പോലീസ് പീപ്പിളിനെ കുറിച്ചിട്ട് കംപ്ലയിൻറ്റ്സ് കേട്ടിട്ടുണ്ട്. കാരണം JJB എന്ന് പറയുമ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, കുട്ടികൾക്ക് അറിയണ്ടാവും നിങ്ങൾക്ക്, കുറ്റവാളികളെ കൊണ്ടുവരുന്ന സ്ഥലം. അവിടെ കുട്ടികളെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, നിയമവുമായി കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന കുട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അക്യൂസ്ഡ് എന്നുള്ള വാക്ക് പോലും യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ദ ചൈൽഡ് ഇസ് റെസ്പെക്റ്റഡ്. കുട്ടിയുടെ വിവരക്കേട് കൊണ്ടും അറിവുകേട് കൊണ്ടും അല്ലെങ്കിൽ ചില ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കൊണ്ടും
എബറേഷൻസും കൊണ്ടും ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ആ കുട്ടികളെ JJBയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞതായിട്ട് എൻ്റെ അടുത്ത് വന്ന് വക്കീൽമാർ JJBയിലെ ലീഗൽ എയ്ഡ് ലോയേഴ്സ് വന്ന് പറഞ്ഞിട്ടുണ്ട്, നീയൊന്നും ഒരു കാലത്തും നന്നാവില്ല എന്ന് പോലീസുകാർ പറയണതാ. അതോടുകൂടെ ആ കുട്ടിയെ സംബന്ധിച്ച് ദാറ്റ്സ് എ ക്ലോഷർ. അവൻ്റെ മനസ്സിൽ അത് പതിഞ്ഞു കിടക്കും എങ്ങനെ പോയാലും. സോ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടെയോ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്. ആ വാക്കുകൾ വെച്ചിട്ട് വേണം ജുഡീഷ്യൽ ഓഫീസേഴ്സ്. കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ കാര്യം ജുഡീഷ്യൽ അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പോക്സോ. അതിപ്പോൾ ഇവിടെ മീഡിയേറ്റേഴ്സ് ആയാലും അതേ ലോയേഴ്സ് ആയാലും വളരെ സെൻസിറ്റീവായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക. ഒരു കേസിൻ്റെ അകത്ത് ഭാര്യയും ഭർത്താവും സ്കൂൾ ലെവൽ മുതൽക്ക് ഒന്നിച്ച് പഠിച്ച കുട്ടികളാണ്. അവർ 2013 പാസ് ഔട്ടായി. 2013 എന്ന് പറഞ്ഞതിനൊരു പ്രസക്തി ഉണ്ട്. 2012 പോക്സോ ആക്ട് വരുന്നത്. 2013 അവർ +2 പാസ്സായി. ഒരാൾ ഡോക്ടറായി, ഒരാൾ വക്കീലായി, ഒരാൾ എൻജിനീയറായി. രണ്ടുപേരും വിദേശത്ത് പോയി കല്യാണം കഴിച്ചു. വീട്ടുകാരുടെ സമ്മതത്തോടുകൂടെ കല്യാണം കഴിച്ചു, കുട്ടികളായി. അതിനുശേഷം ഇവർ തമ്മിൽ വഴക്കുണ്ടായി തിരിച്ച് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് അത് വേറൊരു ലെവലിലേക്ക് വഴക്ക് പോയി. വക്കീലിനെ കണ്ടു, സംസാരിച്ചു. യു വോണ്ട് ബിലീവ് 2013 ഒന്നിച്ച് പഠിക്കുന്ന കാലത്ത് അവർ തമ്മിലൊരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കുറച്ച് ഫിസിക്കൽ ഇൻറ്റിമസി വന്നു എന്ന് പറഞ്ഞ് ഈ ഭർത്താവിൻ്റെ പേരിൽ പോക്സോ കേസ് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കാലഘട്ടം കഴിഞ്ഞ് പഠിച്ച് പുറത്തുപോയി പാസ്സായി കല്യാണം കഴിച്ച് കുട്ടികളായി അതിനുശേഷം വന്നിട്ടുള്ളൊരു ഇഷ്യൂ ആണത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ആസ് ലോയേഴ്സ് ആണെങ്കിലും ശരി, ആസ് ലോയേഴ്സ് നമ്മളുടെ ഭാഗത്തുനിന്ന് വേണ്ടാതെ ഈ നിയമം ദുരുപയോഗപ്പെടുത്തരുത്, പോക്സോ ദുരുപയോഗപ്പെടുത്തരുത്. കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തന്ന 3 കാറ്റഗറീസിൽ 2 കാറ്റഗറിയെ പറഞ്ഞെന്നുള്ളൂ. ഒന്ന്, അറിവോ സമ്മതമോ, നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പ്രശ്നങ്ങളിൽ നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ടീച്ചേഴ്സിനെയോ അടുത്ത ഫ്രണ്ട്സിനെയോ അറിയിക്കുക. ഇമ്മീഡിയറ്റ്ലി. കുടുംബത്തിൽ നിന്ന് നടന്നൊരു പ്രശ്നം നിങ്ങൾക്ക് കുടുംബത്തിൽ പെട്ടവരോട് ആരോടും പറയാൻ പറ്റില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ടീച്ചേഴ്സിനോട് പറയുക. 2, നിങ്ങളെ ആരെങ്കിലും ഉപാധിയാക്കുന്നുണ്ടെങ്കിൽ ആ വിവരവും നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയണം. ചിലപ്പോൾ ടീച്ചേഴ്സ് തമ്മിലുള്ള വിരോധം, ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ PT മാഷുമാർ തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അത് മാഷുമാരായിരിക്കും, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിൽ ഒരാൾക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ടാവും, ഒരാൾക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിച്ചാൽ മതി. ഈ റിസൾട്ട് കിട്ടുന്ന മാഷ് മോശമായി പെരുമാറിയെന്നും പറഞ്ഞിട്ട്. സോ ദാറ്റ് ഈസ് അത്. നിങ്ങൾ ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ബി മെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഓൾ ദീസ് തിങ്സ്. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിങ്ങളുടെ മേലെ സമ്മർദ്ദം വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ടീച്ചേഴ്സിനോട് പറയണം. പിന്നെ 3ാമതൊരു കാറ്റഗറിയാണ് സെക്സ് എന്താ എന്നുള്ള സംഭവം അറിയാനുള്ള ഇൻക്വിസിറ്റീവ്നെസ്സിൽ പോയി ചെന്ന് പെടുക. അറിഞ്ഞ് ഇപ്പോഴുള്ള ഒരു ടോക്കാണ് മൈ ബോഡി മൈ ഫ്രീഡം. അതൊക്കെ വെറുതെയാ. ഇഫ് യു ആർ റെസ്പോൺസിബിൾ ടു യുവർ ബോഡി, make sure that your body is scientifically and emotionally prepared for such a physical intimacy. അത് കുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം. You are responsible for your body. As much as you say my body my freedom, you are responsible for your body. നിങ്ങളുടെ സമ്മതത്തോടു കൂടിയും കൂടെ നിങ്ങളുടെ മേൽ ഒരാൾ, എൻ്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഒരാൾ തൊട്ടത്. 18 വയസ്സ് വരെ നിങ്ങളുടെ സമ്മതം ഇമ്മെറ്റീരിയലാണ്. ഐ എം മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ. It's absolutely of no consequence. 18 years നിങ്ങൾ ആവുന്നത് വരെ നിങ്ങളുടെ സമ്മതത്തോടു കൂടെ നിങ്ങൾ ഒരു വേറൊരാളോട് അടുത്തിടപഴകി കഴിഞ്ഞാൽ, ഫിസിക്കലി ഇടപഴകി കഴിഞ്ഞാൽ അയാളും പ്രശ്നത്തിൽ പെടും, നിങ്ങളും പ്രശ്നത്തിൽ പെടും. നിങ്ങളുടെ ലൈഫും ട്രോമാറ്റിക് ആവും, അവരുടെ ലൈഫും ട്രോമാറ്റിക് ആവും. പക്ഷേ നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് you feel that you are responsible for your body, you should again, because law does not say മുതിർന്ന 2 പുരുഷന്മാർ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒന്നും നിയമം പറയുന്നില്ല. പക്ഷേ again be responsible to the society and to yourself. That alone can be an advice to be given to you at this point. So there are 3 ways in which കുട്ടികളെ പോക്സോ കേസസിൽ വരുന്നത്. ആ 3 രീതിയിലാണെങ്കിലും ഫസ്റ്റ് 2 പറഞ്ഞ 2 രീതിയിലും കുട്ടികൾ ടീച്ചേഴ്സിനോട് വിവരം പറയുക. 3ാമത്തെ രീതിയിൽ സ്വയം ഉത്തരവാദിത്തം കാണിക്കുക. ഇനി അങ്ങനെ വല്ലതിലും ചെന്ന് പെട്ടു എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ദ ടീച്ചേഴ്സ് ഹു വിൽ ബിക്കോസ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലൊക്കെ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഞങ്ങൾ കുറേ ലോയേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ കൂടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്.
അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ട്. സോ വി ആർ റെഡി ടു ഹെൽപ്പ് യു ഔട്ട് ഇഫ് യു ആർ ജെന്യുവൻലി ഇൻ നീഡ് ഓഫ് ഹെൽപ്പ് ആൻഡ് ഇഫ് യു ആർ സിൻസിയർ അബൌട്ട് ഇറ്റ്. Don't misuse the system. Don't misuse the system. Don't misuse the law as well. Ini, when it comes to women-centric laws also, because I think that's also a part of my topic. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ലോയേഴ്സിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് വിമൻ സെൻട്രിക് ലോസ് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കുട്ടികളാണെങ്കിൽ ദേ ആർ ടു യങ് ഫോർ ഓൾ ദാറ്റ്. ഓൺലി തിങ് ഇസ് ഐ എം ജസ്റ്റ് സ്കാനിങ് ത്രൂ ദ ബേസിക് തിങ്സ്. ബേസിക് പ്രിൻസിപ്പിൾസ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോവാം. Something which I always felt, and എൻ്റെ 32 വർഷത്തെ അഭിഭാഷക വൃത്തിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അൺലെസ് ആൻഡ് അൺടിൽ ദ സൊസൈറ്റി വാണ്ട്സ് എ ചേഞ്ച്, സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു വ്യത്യാസം വേണമെന്ന് തോന്നാത്തിടത്തോളം കാലം ഒരു നിയമം വന്നിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് നിയമം കൊണ്ടുവന്നിട്ടും കാര്യമില്ല. നമ്മൾക്ക്, എനിക്കും നിങ്ങൾക്കും ആ നിയമം കൊണ്ട് ആവശ്യമുണ്ട് എന്ന് തോന്നണം. അല്ലാതെ നമ്മൾക്ക് ആർക്കും അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ 1929 വന്നു. സർദ ആക്ട് എന്നുണ്ട്. കുട്ടികളെ കേട്ടിട്ടുണ്ടോ അറിഞ്ഞൂടാ. ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട്. ആ ആക്ട് 1929 വന്നിട്ട് വല്ല കാര്യവും നടന്നോ? അതിനുശേഷവും ഇഷ്ടംപോലെ ചൈൽഡ് മാരേജസ് നടന്നു. റീസെൻ്റ്ലി നമുക്കുള്ളതാണ് 2006 ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട്. എന്നിട്ട് പോലും കേരളം പോലെയുള്ള ഒരു ഫോർവേഡ് സ്റ്റേറ്റിൽ ചില സ്ഥലങ്ങളിൽ മാരേജ് സംഭവിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, അൺലെസ് ആൻഡ് അൺടിൽ ദ സൊസൈറ്റി ഫീൽസ്, നമ്മളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ മാറാത്തിടത്തോളം കാലം നമുക്ക് എത്ര നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും, നിയമം കൊണ്ടുവരാനുള്ള ചുറ്റുപാട് അറിയോ? ഇപ്പോൾ ഇവിടെ ലോയേഴ്സിനല്ല, കുട്ടികളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഭരണഘടന കേട്ടിട്ടുണ്ടോ? ഭരണഘടന, ഹാവ് യു ഹേർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ട് ഡസ് കോൺസ്റ്റിറ്റ്യൂഷൻ സേ? എല്ലാവരും ഒരുപോലെ, ഇക്വാലിറ്റി എമംഗ് ലോ ആണ്, ഇക്വാലിറ്റി ഇൻ ദ ഫ്രണ്ട് ഓഫ് ലോ ആണ്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക നിയമം എന്തുകൊണ്ടാണെന്ന് ചോദിക്കില്ലേ നമ്മൾ? സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രം സ്പെഷ്യൽ ലോസ് എന്താ? ദാറ്റ് ഇസ് ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 15 ക്ലോസ് 3 അനുച്ഛേദം 15 ക്ലോസ് 3 ആർട്ടിക്കിൾ 15(3) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ലോസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല, ഭരണഘടനാ വിരുദ്ധമല്ല. സോ സ്പെഷ്യൽ ലോസ് ക്യാൻ ബി ഇനാക്റ്റഡ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. അങ്ങനെയുള്ള സ്പെഷ്യൽ ലോസിലാണ് ഈ പറഞ്ഞ മാതിരി ഒന്ന് ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് വന്നു, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നു. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 വന്നു. എന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. നമുക്ക് ഈ പറഞ്ഞ മാതിരി, ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞ മാതിരി, നമുക്കൊരു വിസ്മയോ ഉത്തരയോ വേണ്ടി വന്നു ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പൊടി തട്ടിയെടുക്കാൻ. കേരളത്തിലും ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈംസ് ഇല്ല. വളരെ 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 മിനിമലാണ്. വിരലിൽ എണ്ണാവുന്നത് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താ? ഈ ഡൗറി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് മാറി. പെൺകുട്ടി കല്യാണം കഴിയുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ റൈറ്റ് കൊടുക്കുന്നത്, പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ് കൊടുക്കുന്നതിന് കൊടുക്കുന്ന ഓരോ പേരുകൾ ഗിഫ്റ്റായി, ഡൗറിയായി, പ്രസൻ്റായി, ഷെയറായി, ഇതിനൊക്കെ ഓരോ മാനങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് റിമെയിൻഡ് ഓഫ് നോ യൂസ്, ഡെഡ് ലെറ്റർ ആയിട്ടിരുന്നു. അൺലെസ് ആൻഡ് അൺടിൽ വി നീഡ് ടു സൊസൈറ്റി, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിന് അതിൽ ചേഞ്ചസ് വേണം തോന്നിയാൽ മാത്രമേ കാര്യമുള്ളൂ. 2-3 പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഒന്ന് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും, ഡൊമസ്റ്റിക് വയലൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അതും വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്ന കേസാണ്. പക്ഷെ മിസ്യൂസ് ചെയ്യപ്പെടാതെ ഉപയോഗിച്ചാൽ സ്ത്രീകൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓർഡറുകൾ കിട്ടാവുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓർഡർ, എക്കണോമിക് അതായത് ഇക്കണോമിക് വയലൻസ് എന്ന് പറയും, ജോലിക്ക് വിടാതിരിക്കുന്നതും കിട്ടുന്ന ശമ്പളം കൊടുക്കാതിരിക്കുന്നതും ഒക്കെ അതിന് ഇക്കണോമിക് വയലൻസിൻ്റെ കീഴിൽപ്പെടുത്തും. പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടാം, മെയിൻ്റനൻസ് ഓർഡർ കിട്ടാം, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, കുട്ടികളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാതിരിക്കാൻ, ഗാർഡിയൻഷിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനം വരില്ല, പക്ഷേ കുട്ടികളെ അവനവൻ്റെ കസ്റ്റഡിയിൽ നിന്ന് താൽക്കാലികമായി പിടിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഓർഡേഴ്സ് കിട്ടാം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത്യാവശ്യം സുരക്ഷിതത്വം ആഗ്രഹിക്കാവുന്ന ഒരു ചുറ്റുപാടാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പീപ്പിൾ ഹു ലിവ് അണ്ടർ വൺ റൂഫ് മതി, ഹു ലിവ് അണ്ടർ വൺ റൂഫ് ലൈക്ക് വൈഫ് ആൻഡ് ഹസ്ബൻഡ് എന്നാണ് പറയുന്നത്. അവിടെ എവിടെയോ നിയമം ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഇന്ത്യയിൽ ആക്സെപ്റ്റഡ് അല്ല.
അത് തീർത്ത് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ദർ മൈറ്റ് ബി മെനി ഡൗട്ട്സ് among you people that children born out of live-in relationships have been given a particular consideration by the Supreme Court. ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ വിവാഹത്തിലല്ലാതെ വിവാഹേതര ബന്ധങ്ങളിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കിട്ടാവുന്ന പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് സുപ്രീം കോടതി പറയുന്ന സമയത്ത് ആ തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരു നിയമത്തിൻ്റെ കണ്ണിൽ ചെറുതായി ഒന്ന് അതിനൊരു മാരേജിൻ്റെ സ്റ്റേറ്റസ് കൊടുക്കാൻ കോടതി ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കോടതികൾ ഒരിക്കലും ലിവ് ഇൻ റിലേഷൻഷിപ്സിനെ അംഗീകരിച്ചിട്ടില്ല. അത് ചെറുപ്രായക്കാർ തീർത്ത് മനസ്സിലാക്കുക. കോടതി സമ്മതിച്ചിട്ടുണ്ടല്ലോ, കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. Now, Protection of Women from Domestic Violence Act, POSH Act കേട്ടിട്ടുണ്ടോ? Sexual harassment sexual harassment for women in workplace അവോയ്ഡ് ചെയ്യാനുള്ള പ്രൊഹിബിഷനും പ്രിവെൻഷനും പ്രൊട്ടക്ഷനും. ജോലി സ്ഥലങ്ങളിൽ സെക്ഷൽ ഹാരസ്മെൻറ്റ് ഒഴിവാക്കാനുള്ള ചുറ്റുപാടിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അവിടെ ഇൻറ്റേർണൽ കമ്മിറ്റീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് വളരെ ചെറുതായിരിക്കും, ലോയേഴ്സിനെ സംബന്ധിച്ച് എല്ലാം അറിയുന്നതും ആയിരിക്കും. ദാറ്റ്സ് വൈ അത് പറഞ്ഞു പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഇസ് ദെയർ, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഇസ് ദെയർ. സോ ദർ ആർ ലോസ്. അൾട്ടിമേറ്റ്ലി വാട്ട് ഐ എം ട്രൈങ് ടു വൈൻഡ് അപ്പ് ബൈ സെയിങ് ദർ ആർ മെനി ലോസ്, women-centric laws in the country, unless and until you and me want a change. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതൊരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോസിന് പ്രാബല്യം വരുള്ളൂ, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. താങ്ക് യു.